നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് എനിക്കൊരു റിക്വസ്റ്റ് വന്നതനുസരിച്ചാണ്. നോ കോണ്ടാക്റ്റ്, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ, അതും എന്ത് ആക്ഷനാണ് അവരെടുക്കുക, അത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആളുമായിട്ടുള്ള ആ ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്, ഇനി ഈ സിറ്റുവേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷന് മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ, യെസ് ഓർ നോ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത ആക്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കാർഡ്സ് സപ്ലൈ ചെയ്ത് വെച്ചേക്കാണ്. 1, 2, 3 കേട്ടോ. ഇത് 1, ഇത് 2, ഇത് 3. ഇത് ആ കറുത്ത മുത്താണ്. ഇതൊന്ന് ഇരുട്ട് പോലെ, അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ക്ലിയർ അല്ല. ഇത് രുദ്രാക്ഷം 2ാമത്തെ, ഓറഞ്ച് കളറിലുള്ളത് 3ാമത്തെ, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ റീഡിങ്ങിലേക്ക് പോവാണ്. ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ 1, 2, 3. അപ്പോൾ ഇത് ഇവിടെ വച്ചിട്ട് ഇത് 3ാമത്തെ. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ചിലപ്പോൾ. റീഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു കിളിപോയ സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെ ഞാൻ മറന്നു പോകും ഏതാണ് 2. അതുകൊണ്ടാണ് അതങ്ങനെ എടുക്കാൻ പാകത്തിന്. ഇത് 2, ഇത് 3. ഓക്കെ. അപ്പോൾ 1ാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം, എന്നിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഇത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് കേട്ടോ. ഭവാനേ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ. ഭഗവാനേ, ഒരു കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ശാന്തതയുണ്ട്. ഈ ശാന്തത വലിയൊരു പ്രശ്നം വരുന്നതിന് മുമ്പുള്ള ശാന്തതയാണെന്നാണ് പറയുന്നത്. അപ്കമിങ് ട്രയൽസ് ദാറ്റ് ലൈസ് എഹെഡ്. അപ്പോൾ മുമ്പിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതിന് മുമ്പുള്ള ഒരു ശാന്തതയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ക്വീൻ ഓഫ് വാൻസ് ആണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. ഒരു ബിസിനസ്സൊക്കെ ചിലപ്പോൾ ഒരു നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളായിരിക്കാം. ഇതൊരു മെയിലായിരിക്കാം, പക്ഷേ ഫീമെയിൽ എനർജി, സ്ത്രീത്വം കൂടുതലുള്ള ഒരു മെയിൽ എനർജി ആവാം, അല്ലെങ്കിൽ ഇതൊരു ഫീമെയിൽ എനർജി ആവാം. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനാണ് വരാറ്. തേർഡ് പാർട്ടി, ഈ ഒരു കാർഡ് കാണുമ്പോൾ നമ്മൾക്കൊരു തേർഡ് പാർട്ടി ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള പോലെ. അപ്പോൾ ഇത് വളരെ കോൺഫിഡൻ്റ് ആയ എനർജിയാണ്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന, വളരെ നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരു എനർജിയാണ്. ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണെങ്കിലും പുറമേ അത് കാണിക്കാത്തൊരു എനർജിയാണ്. ഇവിടെ ക്യാൻസർ, സോഡിയാക് സൈനും ലവേഴ്സും കാണിക്കുന്നുണ്ട്, ജെമിനായി. അപ്പോൾ ചാരിയറ്റ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കൺട്രോള് ഈ പേഴ്സൻ്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ, ഇത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു തേർഡ് പാർട്ടി ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കയറിയതാണോ, നിങ്ങളുടെ ലൈഫിലുള്ള ആളാണിത്, നിങ്ങളുമായിട്ട് കണക്ഷനുള്ള ഒരാൾ കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട്, ഇത് അല്ലാതെ വന്ന് കയറിയ ഒരു എനർജിയാണ്. അപ്പോൾ ഈ നിങ്ങളുമായിട്ട് ഭയങ്കര റിലേഷൻഷിപ്പാണിത്. ഒരു ലവേഴ്സാണ് നിങ്ങളും ഈ പേഴ്സണും ലവേഴ്സാണ്. പക്ഷേ ഈ സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൻ്റെ കടിഞ്ഞാണ് ഈ പേഴ്സൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ക്യാൻസർ, ജെമിനായി ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ
ഇപ്പം നോ കോണ്ടാക്റ്റിലായിരിക്കും. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു, അവർക്ക് ടെൻഷൻ ഉണ്ടോ? കാരണം ഈ സിറ്റുവേഷൻ്റെ കടിഞ്ഞാണ് അവരുടെ അടുത്താണ്. അപ്പോൾ അവർ പറയുന്ന പോലെയാണ് റിലേഷൻഷിപ്പ് പോകുന്നത്. അവർ ചിലപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. നിങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ അവർക്ക് കാണാൻ സൗകര്യമില്ലായിരിക്കും അല്ലേ? പക്ഷെ അവർക്ക് കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓടി ചെല്ലേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിലല്ല സിറ്റുവേഷൻ്റെ കൺട്രോൾ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണല്ലോ, നിങ്ങൾക്കറിയില്ല ഇവരെന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു 9 ഓഫ് പെൻറ്റക്കിൾസും സ്ട്രെങ്ത് കാർഡുമാണ്. ഇവരുടെ ലൈഫിൽ വേറൊരു എനർജി ഉണ്ടോ? ഒരു വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ, ഇഷ്ടംപോലെ പണമുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ഒരു എനർജി. സിംഗിളാണ് ഇത്. ഇവർ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ജോലിയെടുത്ത് വിവാഹത്തിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ വിവാഹം ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഫീമെയിൽ എനർജിയാണത്. പക്ഷേ ഇവർ വളരെ പാഷനറ്റ് ആണെങ്കിൽ കൺട്രോളിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഇവരെ നിങ്ങളുടെ പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവർക്ക് പൈസ ഉള്ളത് കൊണ്ടാണോ ഇവർ കൺട്രോളിൽ വെക്കാൻ നോക്കുന്ന പോലെ? ഇവിടെ ഒരു സെയിം ജെൻഡറിലുള്ള രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെയും തോന്നുന്നുണ്ട്. കൂടുതലും ഫീമെയിൽ എനർജി ഇവിടെ വരുന്നത്, മെയിൽ എനർജി വരുന്നില്ല. ഓക്കെ, ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ ഇവരായിട്ട് ഇത് നിങ്ങളാവാം, മനസ്സിലായോ? നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നതാവാം. അതല്ലെങ്കിൽ ഇവർ കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് വന്നിട്ട് പോയിരിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യേണ്ട, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, ഈ പേഴ്സൺ മുമ്പോട്ട് പോയി എന്ന് പറയുന്നു. അതല്ല, ഈ പേഴ്സൺ വേറെ ആരെങ്കിലുമാണ് ഇവർക്ക് ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ക്ലിയറാണ്, ഈ പേഴ്സൺ ഇവർ തിരിച്ചു വരില്ല എന്ന്, ഈ പേഴ്സൺ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് വരില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ധൈര്യം സംഭരിക്കുകയാണ്, ഞാൻ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഈ സമയം മാറിപ്പോയി, അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന്, എനിക്ക് ഈ ഫീലിങ്സ് ഇന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ലിയോ ഉണ്ട്. ലിയോ, സ്കോർപ്പിയോ, അക്വാരിയസ്, ടോറസ്, ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരില്ല എന്ന്. ഈ പേഴ്സൺ വേറെ ആരോടോ ഇഷ്ടമായിട്ട് അവരായിട്ടുള്ള എനർജി ആണെങ്കിൽ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നില്ല, ഇതൊക്കെ പറഞ്ഞു തരാം. അത്യാവശ്യം കാർഡ്സ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് വരും. ഇത് ക്വീൻ ഓഫ് വോൺസ് പിന്നെയും വന്നിട്ടുണ്ട് ഇവിടെ, കണ്ടോ? എന്നാലും കിങ് ഓഫ് വോൺസ് വരുന്നില്ല, മെയിൽ എനർജികളില്ല. കിങ്സിനെ ഒന്നും കാണുന്നില്ല, ക്വീൻസ് ആണ് മെജോറിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മുമ്പോട്ട് പോയി, ഈ പേഴ്സണ് കുറേ ഓപ്ഷൻസ് വന്നു, ഈ പേഴ്സണൽ ലൈഫിൽ വേറൊരാൾ വന്നു, അതൊരു വിക്ടറി ആയി. അല്ലെങ്കിൽ ഈ പേഴ്സണൽ ലൈഫിൽ വന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ, ആ ഒരു കണക്ഷനിലായിരിക്കും ഈ പേഴ്സൺ കയറി. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുള്ള ഈ പേഴ്സൺ, നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ പേഴ്സൺ പലരുടെയും ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടിയാണ്, മനസ്സിലായോ? പോകുന്നിടത്തെല്ലാം കൊടി നാട്ടുന്ന ഒരാളാണെന്ന് വെച്ചാൽ വിജയം കൈവരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, അവിടെ നിന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞു, മനസ്സിലായോ? ഒരു റിഗ്രറ്റ് ഉണ്ട്, നിങ്ങളായിട്ട് ഉടക്കുണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു പണത്തിൻ്റെ സോഴ്സ് ആയിരിക്കാം ഈ പേഴ്സണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലും ഒരു എന്താ പറയുക, ഒരു വിജയം വരിച്ചു. ചിലപ്പോൾ ആദ്യം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, റിലേഷൻഷിപ്പ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്കും കുറേ ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ എന്നിട്ട് നിങ്ങൾ ഈ പേഴ്സണാണ് ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അവിടെ ഒരു വിന്നറായി, പേഴ്സൺ വിജയം കൈവരിച്ചു. അപ്പോൾ ഈ വിജയം കൈവരിച്ചപ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ആയിരിക്കും. നമ്മുടെ പുറകെ നടന്നിട്ട് നമ്മൾ യെസ് പറഞ്ഞാൽ ഉടനെ ആണാ പിന്നെ വേണ്ട പോകും എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരില്ലേ, അതുപോലത്തെ ഒരു എനർജിയാണെന്ന് തോന്നുന്നു. അല്ലാതെ കാര്യമായിട്ടല്ല, വെറുതെ ഒരു ചാലഞ്ച്. ചിലപ്പോൾ മറ്റുള്ളവരോട് ബെറ്റ് വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിൽ, അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വൈഫ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ചിലർ പറയില്ലേ, വലിയ പൈസക്കാരുടെ വൈഫുമാരോട് റിലേഷൻഷിപ്പ് വെക്കുക,
അല്ലെ നടിമാരുടെ ഹസ്ബൻഡ്സിനോട് റിലേഷൻഷിപ്പ് വയ്ക്കുക, എന്നിട്ട് ഫേമസ് ആയിട്ട് അവരുടെ ഗ്രൂപ്പിൽ പറയും, എന്നിട്ട് ഇങ്ങനെ ഒരാളായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് വലിയൊരു ക്രെഡിറ്റ് പോലെ. അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണോട് അഡ്ജസ്റ്റ് ചെയ്യില്ലെന്ന് ഈ പേഴ്സൺ വിചാരിച്ചു, പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഈ പേഴ്സണ് ഡിസപ്പോയിൻമെൻ്റ് ആയി. മനസ്സിലായി? അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് മാറി ഈ പേഴ്സണ്. ഇവിടെ സ്ട്രോങ് സോഡിയാക്കൊന്നുമില്ല, കാണിക്കുന്നില്ല. ഇവിടെ ഭയങ്കര റിഗ്രറ്റാണ് ഈ പേഴ്സണ്. പക്ഷേ വേണ്ടായിരുന്നു എന്നൊരിത്. പേഴ്സണ് ഭയങ്കര സ്ട്രോങ് ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. ആ പെൺകുട്ടി അങ്ങനെ ആൺകുട്ടികളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ചായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ പുരുഷൻ ഭാര്യയോട് മാത്രം ആയിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നതാണ്, വേറെ പല സ്ത്രീകളുമായിട്ട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചാലഞ്ചായിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഇനി ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമോ ഇല്ലയോ, അതാണ് നമ്മൾ നോക്കുക. യെസ് ഓർ നോ ആണ്, ഇതെടുക്കാൻ പറ്റില്ല. ഇത് ആ കാർഡ് വന്നത് അതൊരു എന്താ പറയുക, കണ്ണിങ് കാർഡാണ്, ഒരു കള്ളൻ്റെ മോഷ്ടാവിൻ്റെ കാർഡാണ് അത് വന്നത്. അപ്പോൾ അവിടെയും ഇവിടെയും കാല് ചവിട്ടി നിൽക്കുന്ന ഒരു എനർജി നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നമുക്കതല്ല അറിയേണ്ടത്. നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഈ പേഴ്സൺ, ഇത് നോ കോണ്ടാക്റ്റ്, നിങ്ങളുമായിട്ടുള്ള നോ കോണ്ടാക്റ്റ് മാറുമോ? നോ ആണ് പറയുന്നത്. ഈ പേഴ്സൺ ഇത് അവസാനിച്ചു, 10 of Swords ആണ്. നോ കോണ്ടാക്റ്റ് ഇല്ല, മാറില്ല എന്നാണ് പറയുന്നത്. അവർ യെസ് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത ആക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇവിടെ നോ പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാനിച്ചു, 10 of Swords ആണിത്. ഇത് അവസാനിച്ചു എന്ന്, റിലേഷൻഷിപ്പ് അവസാനിച്ചു നിങ്ങൾ തമ്മിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇതൊരു വല്ലാത്ത എനർജിയാണ്. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു എനർജി അല്ല. ചിലപ്പോൾ ചെറിയ പ്രായത്തിലുള്ള എനർജി ആയിരിക്കാം. എന്നുവെച്ചാൽ ചെറുപ്പക്കാരനാവും ചെറുപ്പക്കാരിയോ ആണ്. മാരേജ് കഴിഞ്ഞ ആളുകളെയാണ് ഈ പേഴ്സൺ ഇങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് വളച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ചെയ്യണത്. എന്നിട്ട് മുങ്ങിക്കളയും. മനസ്സിലാവുണ്ടോ? അതൊരു വല്ലാത്ത ചീത്ത സ്വഭാവമാണത്. ഇവിടെ മേജർ സോഡിയാക്സ്, ഈ പേഴ്സൺ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഒരാൾ രണ്ടാളല്ല, പലരും ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഓരോ സ്ഥലത്തും നിങ്ങൾ മുമ്പോട്ട് പോകും, തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളിത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നത് ഭഗവാനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി ഞാൻ അതാണ് ഇപ്പോൾ ഒരു സ്റ്റിൽനെസ് ഇവിടെ കാണിക്കുന്നത്. ഇനിയും പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയാണ് ഇത്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ റീഡിങ് കാണുമ്പോൾ അല്ലെങ്കിൽ പേഴ്സൺ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. അത് ഇപ്പോൾ റീഡിങ് കാണുന്നവർക്ക് ഭയങ്കര മനസ്സിന് വിഷമമാവും, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. രണ്ടാമത്തെ റീഡിങ് എടുത്തവരുടെ ഇത് ആ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ്. നമ്മൾ ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ചില സമയത്ത് എനിക്ക് തോന്നുകയും നമ്മൾ മരിച്ചാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നത്. ഈ മരിച്ചവർ തന്നെയാണ് വീണ്ടും തിരിച്ചു വരുന്നത്, വേറെ രൂപത്തിലാണെന്ന് മാത്രം അവർക്കതൊന്നും ഓർമ്മയുണ്ടാവുകയില്ല. ചിലർക്ക് ഓർമ്മയുള്ളപ്പോഴാണ് അവർ പണ്ട് മരിച്ച ഒരു വാരസ്യാരെ പോലെ സംസാരിച്ചു എന്നൊക്കെ പറയില്ലേ, അത് ചിലർക്ക് ഓർമ്മയുണ്ടാവും, ചിലർക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, എന്നാലും ഞാൻ വരേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ആർക്ക് ഉണ്ടാവും. ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പക്ഷെ അവിടെ പോയിട്ടേ ഇല്ല, എന്നാലും അവിടെ ചെല്ലുമ്പോൾ ചിലരെ കാണുമ്പോൾ നേരത്തെ പരിചയമുള്ള പോലെ. മനസ്സിലാവുണ്ടോ? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും, കാരണം ഈ ഞങ്ങളുടെ വീട്ടിലുള്ള പൂച്ചകൾ മരിച്ചാവുമ്പോൾ ഞാൻ അവരോട് പറയും പോയിട്ട് വാട്ടാടാന്ന് പറയും. അപ്പോൾ ഒരിടയ്ക്ക് കരിമ്പൂച്ചകൾ മാത്രമായിരുന്നു. അവരോട് ഞാൻ ഒരു കരിമ്പൂച്ച, കുറേ നാൾ കരിമ്പൂച്ച ഇല്ലായിരുന്നു. വണ്ടി ഇടിച്ച് ഒരു കരിമ്പൂച്ച മരിച്ചു റൂട്ടിൽ കിടന്നിട്ട്. അപ്പോൾ ഞാൻ അവനെടുത്ത് അവൻ്റെ മേത്തൊക്കെ വായിലൊക്കെ ഉറുമ്പ് കയറി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവനെ ഇഞ്ചെക്റ്റ് ചെയ്തു, ചാവാൻ വേണ്ടിയിട്ട്. ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞോടാ പോയിട്ട് വാടാ, കുഴപ്പമില്ലടാ, ഇനിയും വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അത് കഴിഞ്ഞ് പൂച്ചകൾ പ്രസവിക്കുന്ന മുഴുവൻ കരിമ്പൂച്ചകളായിരുന്നു ഇവിടെ. കരിമ്പൂച്ചകളുടെ ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം പറയാറില്ല അവരോട് പോയിട്ട് വരണം കേട്ടോടാന്ന്.
കാരണം എനിക്ക് തോന്നുന്നു അവർ ഓട്ടോമാറ്റിക് വന്ന് ചേരുന്നുണ്ട് ഇവിടെ പല സ്ഥലത്തും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക അവർ. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. ആൾക്കാർ ഒരിക്കലും വട്ടാണ് എന്ത് ഈ പറയണത്, പക്ഷെ എന്നാലും ചില നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനേ, ഇവർക്കുള്ള ഓക്കെ ഉറക്കം മെസ്സേജ് തൃശ്ശൂൽ. അപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരു എനർജിയാണ് ഈ റീഡിങ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ വിസ്ഡം, ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ ഈഗോ, എനിക്ക് ഇത്രയും അറിവുണ്ട് എന്ന് വെച്ചാൽ ഈഗോ, മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്താൻ ഇടവരരുതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് മഹാശിവരാത്രിയാണ്. ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്. അപ്പോൾ അടുത്ത ശിവരാത്രി വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലവും വളരെ ഒരു നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? 10 of Cups ആണ്. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, നോ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇത്രയും ഹാപ്പി? 10 of Cups എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി മാരീഡ് ആയ എനർജിയാണോ, അതോ നിങ്ങളുമായിട്ട് ബ്രേക്ക് ആയിട്ട് ഈ പേഴ്സൺ മാരേജ് കഴിച്ചോ വേറെ ആരെങ്കിലും? നോക്കാം. 10 of Cups എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഹാപ്പി, ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, സമാധാനപരമായ വീട്, ഇതൊക്കെയാണ് ഇമോഷണൽ 10 of Cups എന്ന് പറയുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഇതാണ്, പക്ഷെ വളരെ കുറച്ച് പേർക്ക് ഇത് കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ 10 of Cupsനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഫാദർ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ഒരു എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു കാർമിക് സിറ്റുവേഷൻ പോലെ. അപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു മാരീഡ് ആയ ഒരാളായിരിക്കും. നിങ്ങൾ നോ കോണ്ടാക്ട് ഇരിക്കുന്ന ആൾ, നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ആ പേഴ്സൺ ഓൾറെഡി മാരീഡാണ്, ആ പേഴ്സൺ ഓൾറെഡി പാർട്ട്ണർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആ പേഴ്സൺ അവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ തൽക്കാലം വൈഫിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിക്കാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ് അവിടെ. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല, നിങ്ങളിപ്പോൾ ഇഗ്നോർ ചെയ്യണം ഈ പേഴ്സൺ. ചിലപ്പോൾ ഈ ആ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ സമയത്ത് പോകുമ്പോഴും നിങ്ങളെ നോ കോണ്ടാക്റ്റ് ആക്കിയിട്ടായിരിക്കും പോകുന്നത്, അവിടെ പ്രശ്നമില്ലാണ്ടിരിക്കണം. അപ്പം ഈ പേഴ്സൺ കറണ്ട് പാർട്ട്ണറുമായിട്ടും ഹാപ്പിയാണ്, അവിടെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അതിന് ഈ പേഴ്സൺ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്, പക്ഷേ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഈ പേഴ്സണ് പറ്റില്ല. ആ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിവോഴ്സ് എടുത്തിട്ട് നിങ്ങളെ വന്ന് സ്വീകരിക്കാൻ ഈ പേഴ്സണ് പറ്റില്ല. അതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭയങ്കര ഹാപ്പിയാണ്, കണ്ടന്റ്. അതാണ് 10 of Cups കണ്ടത്. ഭയങ്കര കണ്ടന്റ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ് പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സണിൻ്റെ വൈഫിന് ഈ പേഴ്സണ് ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ ഭയങ്കര അഭിനയത്തിലാണ് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ ഭയങ്കര ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ ഈ പേഴ്സണെ പോലെ ഇത്രയും പ്യുവർ ഹാർട്ടഡ് ആയ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ, ഫാമിലിയോട് ഭയങ്കര, അവിടെ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. നിങ്ങളിൽ നിന്ന് അകന്നിരുന്നിട്ടും ഈ പേഴ്സണ് സങ്കടമൊന്നുമില്ല. മനസ്സിലായോ? ആ പേഴ്സൺ അവിടെ അഭിനയിച്ച് തിമിർക്കുകയാണ്. ഇവിടെ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആക്ഷൻ എടുക്കണം എന്നുണ്ട്. സിറ്റുവേഷൻ ആക്റ്റീവായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി അല്ല ഇവിടെ, പക്ഷേ എനിക്ക് നിന്നോടാണ് സ്നേഹം, ഞാൻ എൻ്റെ വൈഫുമായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് ഹാപ്പി ഒന്നുമല്ല, പിന്നെ നമ്മൾക്ക് ജീവിക്കണ്ടേ എന്ന് നുണ പറയുന്ന ഒരു എനർജിയാണ്. സത്യത്തിൽ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, 100% ഈ ലൈഫ് ജീവിക്കുകയാണ് ഈ പേഴ്സൺ. മനസ്സിലാവുണ്ടോ? ഇതൊരിക്കലും ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറെ ഒരിക്കലും വിടില്ല. ഈ പേഴ്സൺ കൈവിട്ട് കളയില്ല. എപ്പോഴും ഒരു ഭയങ്കരമായിട്ട് മോറൽ ഒക്കെ ഭയങ്കര ഹൈ ആണ്. അയ്യോ വിവാഹം അങ്ങനെയാണ്, വിവാഹം ഇങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു എനർജിയാണിത്. മനസ്സിലായി? ഈ പേഴ്സണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണ് വൈഫിനോട് സ്നേഹമില്ല, ഇവിടെ അൺകണ്ടീഷണൽ ലവ് ഇല്ല. മനസ്സിലായോ? പക്ഷേ എല്ലാം ഒരു പുറംപൂച്ച് മാത്രമാണ് ഈ പേഴ്സൻ്റെ. അപ്പം മൊത്തം അഭിനയിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പം നിങ്ങളോടും അഭിനയിക്കുകയായിരിക്കും. വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ്. മറ്റുള്ളവരിൽ നിന്ന് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, ചോദ്യങ്ങൾ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ ഇടുന്നത്, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ഭയങ്കരമായ അഭിനയം കാഴ്ചവെക്കും. ചിലപ്പോൾ നല്ല തണ്ട് തടിയുള്ള ചേട്ടന്മാരോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അച്ഛനോ നല്ല തണ്ട് തടിയുള്ള അച്ഛനായിരിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പേടിച്ചിട്ടും കൂടിയാണ് ഈ അഭിനയം മൊത്തം. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഡിഫെൻസീവാണ്. പക്ഷേ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളോട് ഡിഫെൻഡ് ചെയ്യുന്നത്, നിങ്ങളെ പ്രതിരോധിക്കുകയാണ് ഈ പേഴ്സൺ. കാരണം അവിടെ പ്രശ്നം ഉണ്ടാവരുത് ഈ പേഴ്സൻ്റെ വീട്ടിൽ, അതിനാണ് നിങ്ങളെ പ്രതിരോധിക്കുന്നത്, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. മനസ്സിലായോ? ഇത് വലിയ പ്രശ്നമാകുമെന്ന് ഈ പേഴ്സൺ അറിയാം. അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ ഇത് ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഡിഫെൻഡ് ചെയ്യണം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് നീ അല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾ അതിൽ വീഴുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ കോൺടാക്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനുണ്ട്. മനസ്സിലാവുന്നുണ്ട്? സാധാരണ ഇങ്ങനെ പോകുമ്പോൾ തിരിച്ച് വരാറാണ് പതിവ്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ല, ആ പേഴ്സൺ അവിടെ നിന്ന് വന്നിട്ട് നിങ്ങളോട് നുണ പറയും, മറ്റും ഹാപ്പി അല്ലായിരുന്നു, ആന ചേനാന്നൊക്കെ പറയും. പക്ഷേ ഈ പേഴ്സൺ ഹാപ്പിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പേഴ്സൺ അവിടുത്തെ ആളായിട്ട് മാറുകയാണ്. പിന്നെ നിങ്ങൾ സൈഡിലാണ്, നിങ്ങളെക്കുറിച്ചുള്ള ടെൻഷനും ഇല്ല. ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ 4 ഓഫ് കപ്സിൽ നിന്നാണ് 5 ഓഫ് കപ്സിലേക്ക് പോകുന്നത്. ഡിസപ്പോയിൻമെൻറ്റ് ഒന്നുമില്ല. ആദ്യം ഒക്കെ നിങ്ങളുടെ അടുത്ത് കോൺടാക്റ്റ് ഇല്ലാണ്ട് പോകുമ്പോൾ ഈ പേഴ്സൺ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ ഒട്ടും അതൊരു ഗിൽറ്റി കോൺഷ്യസ് ആയിട്ട് വരുന്നേ ഇല്ല, ഒരു ടെൻഷനും ഇല്ല. കാരണം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളവിടെ പോകാനാ. അത് മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞിട്ട് നിങ്ങളോടൊപ്പം വളരെ ക്ലാരിറ്റി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളൊരിക്കലും കോൺടാക്റ്റ് ചെയ്യരുത്, അത് പ്രശ്നമാകും. അപ്പോൾ ഞാൻ വന്ന ഉടനെ കോൺടാക്ട് ചെയ്തോളാം, എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു സന്ധി സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ പോകുമ്പോഴും ഇതിങ്ങനെ സംസാരിച്ചിട്ടാണ് പോകണം. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിലേ കൂടി അല്ലേ? അപ്പോൾ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്, നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പോൾ ഈ പേഴ്സൺ ചാരിയറ്റാണ്. സ്വന്തം ജീവിതത്തിൻ്റെ എന്തൊക്കെ നിങ്ങളോട് അടുപ്പം ഉണ്ടെങ്കിലും ഈ പേഴ്സൺ ഈ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ ബോറടിക്കും പേഴ്സണ്. അപ്പോൾ അവർക്കറിയില്ല ഈ പേഴ്സൺ എങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ ഇവർ ഭയങ്കര, ഇവരുടെ ഹസ്ബൻഡോ വൈഫോ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇയാളുടെ കറണ്ട് പാർട്ട്ണർ, ഈ കറണ്ട് പാർട്ട്ണർ. പക്ഷേ ഈ പേഴ്സണ് ചേഞ്ച് അത്യാവശ്യമാണ്. അതിനാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ക്യാൻസർ സോഡിയാക് സൈൻ ആണെങ്കിൽ ഈ പേഴ്സൺ പറയുന്നത് അപ്പാടി വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. ആ പേഴ്സണെ വിട്ടുകളയാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങൾ ഈ പേഴ്സണായിട്ടുള്ളത്. അത് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ അറിയാം പേഴ്സൺ എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. അതൊരു വലിയ സ്ട്രോങ് ഇതാണ് ഈ പേഴ്സണ്. മനസ്സിലായോ? ഒരു ഗമയാണ്, അത് വേറെ കാര്യം. കാരണം നിങ്ങൾ ഈ പേഴ്സൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലാണല്ലോ. ഇവിടെ സ്ട്രോങ് സോഡിയാക് സൈൻസ് ഒന്നും കണ്ടില്ല നമ്മൾ. അതെ, ഇവിടെ ഉള്ളത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് കേട്ടോ. ഈ നോ കോൺടാക്റ്റ്, നിങ്ങൾ തമ്മിലുള്ള നോ കോൺടാക്റ്റ് ഈ പേഴ്സൺ മാറ്റുമോ ഇല്ലയോ? നോ, ഈ പേഴ്സൺ മാറ്റില്ല. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചിലപ്പോൾ കുട്ടികളൊക്കെ വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ ഇവിടെ ഒരു വലിയ പണിയാവും, ഇതൊരു ട്രാപ്പ് പോലെ ആവുമെന്ന് ഈ പേഴ്സൺ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇനി നോ കോൺടാക്റ്റിൽ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചില ശാന്തമായ വൈവാഹിക ജീവിതം, ആ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറുമായിട്ടുള്ള സന്തോഷകരമായ ഒരു ജീവിതമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള നോ കോൺടാക്റ്റ് മാറ്റില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നതന്നെ ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു പ്രാരാബ്ധമായി വരുമെന്ന് പേഴ്സണ് പേടിയുണ്ട്. അതുകൊണ്ടാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാളും വീട്ടിൽ നിന്നപ്പോൾ ഈ പേഴ്സൺ കുറച്ച് അകന്നാണല്ലോ നിന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് മുതലെടുത്തിട്ട് ഇനി അങ്ങോട്ട് കോൺടാക്റ്റ് വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ കേട്ടോ. ലിയോ, ബാക്കി സോഡിയാക് സൈൻ ഞാൻ പറഞ്ഞതാണ്. ഇതാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടയോ എന്ന് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വളരെ നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇതിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ പേഴ്സൻ്റെ പൊടിയും തട്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അത് വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അതിനെ നിങ്ങൾ എന്താ പറയുക, റിസീവ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. വെറുതെ ബ്ലോക്ക് ചെയ്ത് വെക്കരുത്.
അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഇല്ല. മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടുത്തെ റീഡിങ്. ഈ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണിത്. നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യം ഓറക്കിൾ മെസ്സേജ്, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഇവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനേ, 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 ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ചില സമയത്ത് എനിക്ക് തോന്നും ഭഗവാൻ ഇങ്ങനെ എന്ത് മെസ്സേജ് ഇവർക്ക് കൊടുക്കണം എന്ന് ആലോചിക്കുന്ന പോലെ തോന്നും എനിക്ക്. ഓക്കെ, അപ്പോൾ ഓം, ദ യൂണിവേഴ്സൽ സൗണ്ട്. ഈ ഓം എന്ന് പറഞ്ഞ ജപം ഇതൊരു എന്താ പറയുക, ഇത് നമ്മളെ മെഡിറ്റേഷനൊക്കെ യൂസ് ചെയ്യുന്ന സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ഓം എന്ന് പറഞ്ഞത് ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സുമായിട്ട് നമ്മളെ കണക്റ്റഡ് ആക്കും, നമ്മളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ. പിന്നെ നിങ്ങൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. എപ്പോഴും നിങ്ങൾ സൊല്യൂഷൻസ്, പ്രോബ്ലംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പ്രോബ്ലംസ് ഉണ്ട്, അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യം പോസിറ്റീവായിട്ട്, ഇത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ, നോ കോൺടാക്റ്റിലാണ്, ജീവിതം അവസാനിച്ചു, ഞാൻ സൂയിസൈഡ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് കാണുക. ഇത് പോയത് ചിലപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് നോക്കി, ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ? സത്യം അതായിരിക്കും, പക്ഷെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ആ പേഴ്സൻ്റെ ജനറൽ എനർജി, നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ എനർജി 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. 5 ഓഫ് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ കുറേ പണനഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം, ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്ന ഈ പേഴ്സൺ. കേട്ടോ, നോക്കട്ടെ. ഭഗവാനേ, നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ മതി. ഭഗവാനേ, ഫൈവ് ഓഫ് വാൻസ് റിവേഴ്സാണ്. പിന്നെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ട്, ഈ പേഴ്സൺ നല്ല ജോലി ഉള്ളത് കൊണ്ടും നല്ലോണം സമ്പാദ്യം ഉള്ളത് കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തത്, ചിലപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയാണ് ജോലി പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് ഉള്ള സ്നേഹം കട്ട് ചെയ്ത് കളയും, വേണ്ടാന്ന് വയ്ക്കും എന്നൊരു ചിന്തയും കൂടി ഉണ്ട്. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആ പേഴ്സൻ്റെ റിക്കവർ ചെയ്ത് പതുക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ കുറച്ചൊന്ന് ബെറ്ററായി വരുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഈ പേഴ്സൺ ഇത്രയും നാളും. അപ്പോൾ അതിനിടയിലായിരിക്കും നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് വെച്ചത്. ഇവിടെ മദർ ഓഫ് കപ്സ് റിവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇപ്പോൾ സ്നേഹം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു ഫൈറ്റ് ഒഴിവാക്കാനും കൂടിയിട്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത്. അതാണ് ഈ പേഴ്സൻ്റെ എനർജി. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇപ്പം വയ്യ, ഞാനൊരു വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു സ്ഥലത്തേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിവിടെ ഇനി ഫൈറ്റ് ചെയ്യാൻ വയ്യ. അതുപോലെ തന്നെ ഇവിടെ ഈ സ്നേഹം ഫിനാൻഷ്യൽ ഇതിനെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൈസ പോയതുകൊണ്ട്, ജോലി പോയതുകൊണ്ട് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ല എന്നൊരു ചിന്തയുള്ള ഒരു എനർജിയാണ് ഇവിടെ. കേട്ടോ, സ്ട്രോങ് സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നാണ്. ഭഗവാനേ, ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു മാരേജ് കാർഡ് കണ്ടു, സെലിബ്രേഷൻ, ഓക്കെ, നോക്കട്ടെ. ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ സ്ട്രെങ്ത്തും 7 ഓഫ് സ്വേർഡ്സുമാണ് കാണിക്കുന്നത്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളത്തരമുള്ളൊരു എനർജി. അപ്പോൾ ഈ പേഴ്സൺ, ഞാൻ മാരേജ് കാർഡ് കണ്ടു ഇതിനകത്ത്. നിങ്ങളുമായിട്ട് അകന്നിരുന്നപ്പോൾ ഈ പേഴ്സൺ കല്യാണം കഴിച്ചിട്ടുണ്ടോ? സ്ത്രീ ആയാലും പുരുഷനായാലും. കാരണം
എങ്ങനെയാണ് സിറ്റുവേഷൻ വരുന്നതെന്ന് പറയാം. ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഫോറിനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ഓഫർ ചെയ്യാൻ ഞാൻ അവിടെ ജോലി പിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ, മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആൾക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ പിന്നെ ജോലിയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ എന്തായാലും ഈ പേഴ്സൺ സത്യം ഭയങ്കര സ്ട്രോങ് ആയിട്ട് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. ഒരു കള്ളൻ്റെ ഒരു ഇതാണിത്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ അതുകൊണ്ടും കൂടിയിട്ടാണ് നിങ്ങളോട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ സത്യം അറിയുമെന്ന് വെച്ചു. ഇതേ കാർഡ് പിന്നെയും വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ വളരെ സമർത്ഥമായിട്ട് ഈ പേഴ്സൻ്റെ ശരിക്കുള്ളത് 5 ഓഫ് സ്വേർഡ്സും, ഇതെല്ലാം കള്ളത്തരത്തിൻ്റെ കാര്യമാണിത്. 4 ഓഫ് സ്വേർഡ്സ് നിന്ന് അല്ല, 5 ഓഫ് സ്വേർഡ്സ് നിന്ന് 7 ഓഫ് സ്വേർഡ്സിലേക്ക് പോകുന്നു. 6 ഇവിടെ ഇല്ല, 7 ഓഫ് സ്വേർഡ്സിലേക്ക് പോകുന്നു. 7 ഓഫ് സ്വേർഡ്സ് 2 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. ഇവിടെ 5 2 പ്രാവശ്യം. ചേഞ്ചസ് ആണ്. നമ്പർ 5 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് കാണിക്കുന്നത്, സ്ഥിതിയിൽ വ്യത്യാസം, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഭയങ്കര കണ്ണിങ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഉപയോഗിച്ചു ഈ പേഴ്സൺ, അതാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ പേഴ്സൻ്റെ ഉയർച്ച. ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും, നിങ്ങൾ കുറേ സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ എല്ലാം മേടിച്ചിട്ടുണ്ട്, പേഴ്സൻ്റെ ചിലവെല്ലാം നിങ്ങളാണ് നോക്കിയത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഇപ്പോൾ പൈസ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട. ഇവിടെ 3 5 കാണിക്കുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണെന്ന് മാത്രം. 5 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഇത് 5 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ തോളിൽ ചവിട്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ പടികൾ മുഴുവൻ ഉയർച്ചയിലേക്കുള്ള പടികൾ ചവിട്ടി കയറിയത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ ഒഴിവാക്കുകയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ ഒരു വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ പേഴ്സണെ ഫിനാൻഷ്യലി സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു മാരേജ് സിറ്റുവേഷൻ ആണ്. അതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ലിയോ കാണിക്കുന്നുണ്ട് ഇവിടെ, വേറെ സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല. നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ? ജസ്റ്റിസ് ആണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സത്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഒഴിഞ്ഞു പോകണം എന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം ഉണ്ടാവും ഈ പേഴ്സണ്. ലീബ്ര സോഡിയാക് സൈൻ ആണത്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് സത്യം പറഞ്ഞാൽ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്, കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നൊരു പേടിയുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് കൊളാബറേറ്റ് പക്ഷേ ഈ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ വിടില്ല. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലാവുണ്ടോ? ആ പേഴ്സൺ വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ എന്തുകൊണ്ടാണ്, എൻ്റെ ജീവിതം ഇപ്പം എങ്ങനെയാണ്, ഇതൊക്കെ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ ഒന്നാമത് നിങ്ങൾ വിശ്വസിക്കില്ല, നുണ പറയാമെന്നായിരിക്കും, പിന്നെ കരച്ചിലും ബഹളവുമാവും, മനസ്സിലാണോ? അതുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാൻഡ്സ് റിവേഴ്സ് വന്നത്. ഇവിടെ വന്ന ഒരു കോൺഫ്ലിക്റ്റ് വരും, പിന്നെ ഇമോഷണൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. കാരണം നിങ്ങളുമായിട്ട് കൊളാബറേഷൻ ആഗ്രഹിക്കുന്നില്ല, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് വേറൊരാളുമായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഈ പേഴ്സൺ ഇറങ്ങിപ്പോവും. ഈ പേഴ്സണൽ ലൈഫിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇത് നിങ്ങളോട് പറയണമെന്നുണ്ട് ഈ പേഴ്സണ്. പക്ഷേ നിങ്ങളോട് കുറച്ചൊരു പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായിട്ടുള്ള എനർജിയാണ്. ഇത് ഹസ്ബൻഡ് വൈഫാണ്. കാരണം ഇവിടെ ക്വീൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും ഉണ്ട്. ഇതൊരു ഹസ്ബൻഡ് വൈഫാണ് റിലേഷൻഷിപ്പ്. നിങ്ങൾ മാരേജ് ചെയ്തോ? ഇപ്പോൾ പലയിടത്തും കേൾക്കുന്നുണ്ട് ഇങ്ങനെ, എൻ്റെ അടുത്ത് റീഡിങ് വരുന്നുണ്ട്, മാരേജ് ചെയ്തു പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ രജിസ്റ്റർ ചെയ്യാത്ത മാരേജ് എങ്ങനെയാണ് വാലിഡ് ആവുന്നത്? മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ ഞാൻ ചെയ്തിട്ടില്ല, അറിയില്ല, കേട്ട് കേൾവിയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ഒരാഴ്ചത്തേക്ക് എന്തോ അവർ ബോർഡിലിടും, ഇങ്ങനെ ആൾക്കാർ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബോർഡിലിട്ടിട്ട് ആരും എതിർക്കാതിരിക്കുകയാണെങ്കിൽ, അത് പള്ളിയിലും അങ്ങനെയല്ലേ, വിളിച്ച് പറയുമ്പോൾ ആരൊക്കെ എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞ് വിളിച്ചു പോലെ, അതുപോലെ രജിസ്റ്റർ ഓഫീസിലും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിറ്റ്നസിനെയും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല? മിക്കവരും ഇപ്പം പള്ളിയിൽ പോയി മാലയിട്ടു, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി പൂജാരിയുടെ മുമ്പിൽ വെച്ചിട്ട് താലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് 4 പേർ. ഈ മാരേജിൻ്റെ ഉദ്ദേശം എന്താണ്?
മാരേജിൻ്റെ ഉദ്ദേശം നമ്മൾ എന്താണ് മാരേജിൻ്റെ ഉദ്ദേശം 4 പേരെ അറിയിക്കും. നമ്മൾ ഈ ആൾക്കാരെ വിളിച്ച് സദ്യ കൊടുക്കുന്നില്ല, ആൾക്കാരെല്ലാം വിറ്റ്നസ്സാണ്. ഇവൻ ഇവളെ കല്യാണം കഴിച്ചു, അത് ഞാൻ നേരിട്ട് കണ്ടു. നാളെ ഇവൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോയാൽ ഇത് ഒരു പ്രൂഫാണ് ഇവൻ ഓൾറെഡി മാരീഡ് ആണെന്ന്. മനസ്സിലാവുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ച് എല്ലാം ക്ഷണിച്ച ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതും, ഭക്ഷണം കൊടുക്കുന്നവർ വരുന്നുണ്ട്, ആൾക്കാരെ കാണിക്കുന്നത് 4 പേര് കാണണം, എന്നാലേ അത് തെളിവുള്ളൂ. നിങ്ങൾ പൂജാരിയുടെ മുമ്പിൽ വെച്ച് താലി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തെളിവ്? ഒന്നുമില്ല. നാളെ ഒരിക്കൽ അയാൾ പറയണേ അയ്യോ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, എനിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാനാ? ഒരു കുന്തവും ചെയ്യാനില്ല, പ്രൂഫില്ല നിങ്ങളുടെ അടുത്ത്. അപ്പോൾ മാരേജ് ചെയ്യുന്ന ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരൊക്കെ രജിസ്റ്റർഡ് മാരേജ് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ കല്യാണം മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ തമാശയ്ക്കാണെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ ഇവിടെ കൊളാബറേഷൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളായിട്ട്, ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന കൊളാബറേഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ നോ കോൺടാക്റ്റിൽ പോയിട്ട് വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു മണ്ടനോ ആക്കുക ചെയ്തത്, നിങ്ങളൊരു ഫോൾ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പേഴ്സൺ വന്ന് സത്യം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും അല്ലേ, എന്ന് വെച്ചാൽ നിങ്ങളൊരു പൊട്ടിയാക്കി അല്ലെങ്കിൽ പൊട്ടനാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ വരാത്തത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സിറ്റുവേഷൻ മാറി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു തരത്തിലും നിങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ ഇത് ഹസ്ബൻഡ് ആയാലും വൈഫായാലും റിലേഷൻഷിപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നോ കോൺടാക്റ്റ് മാറുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്. ഈ പേഴ്സൺ നിങ്ങളോട് പ്രൊട്ടക്റ്റീവും കെയറിങ്ങും ഒക്കെയാണ്, പക്ഷെ നിങ്ങളായിട്ട് സ്നേഹമില്ല, നിങ്ങളായിട്ട് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഇത് 3 റീഡിങ് കൊളവായിരുന്നല്ലോ. ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറാൻ ചാൻസ് ഉണ്ടോ? നോ ആണ്. അത് യെസ് വരുന്നതാണ്, റിവേഴ്സ് വന്നിട്ട് നോ ആണ്. ഇതിലും നോ ആണ്. മനസ്സിലായോ? ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ. കാരണം ഈ പേഴ്സൺ ഓൾറെഡി കല്യാണം കഴിച്ചു, വേറൊരു ആളായിട്ട് റിലേഷൻഷിപ്പിലാണ് ഈ പേഴ്സൺ. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഇനി തിരിച്ചു വരാനായി. ഈ പേഴ്സൺ സ്വാർത്ഥതയാണ് ചെയ്തത്, ശരിയാണ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചറാണ് നോക്കുന്നത്. ഇനി നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ് കേട്ടോ. നിങ്ങൾ മുമ്പോട്ട് പോവുക. ഈ സിറ്റുവേഷൻ നിങ്ങളിത് പിടിച്ചിരിക്കുകയാണ് ഈ സിറ്റുവേഷനിൽ. ഇത് മതി, എനിക്കിനി വേണ്ട, ആന ചേന എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിവിടെ വെറുതെ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുക. ആ പേഴ്സൻ്റെ പാട് നോക്കിപ്പോയി. ആ പോയ ഒരു സിറ്റുവേഷനെ തിരിച്ചു പിടിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഡെത്ത് റിവേഴ്സാണ്. നിങ്ങളുടെ മനസ്സിൽ തീർന്നിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ ഇത് അവസാനിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല. അതുകൊണ്ട് നോ കോൺടാക്റ്റ് മാറുമോ എന്ന് ആലോചിച്ച് ഇവിടെ റീഡിങ് കണ്ട എല്ലാവർക്കും നോ ആണ്. അത് ദൈവത്തിൻ്റെ ഒരു നല്ല കാര്യമല്ലേ? എന്നുവെച്ചാൽ ഇത് തലവേദനയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി തരുമല്ലേ ദൈവം. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് താങ്ക്സ് അല്ലേ പറയേണ്ടത് അല്ലേ? നന്ദി, ഇതെൻ്റെ തലേന്ന് ഒഴിവാക്കിയതിന് നന്ദി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. സ്കോർപ്പിയോ, അക്വാരിയസ്, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ, ലീബ്ര, പോയി ലിയോ ഇമോഷൻ ഇതാവും, അത് ഭയങ്കര പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. എൻ്റെ ഒരു പൂച്ചക്കുഞ്ഞ് എന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ജനിച്ചിട്ട് വേറൊരു വീട്ടിൽ ജനിച്ചാൽ എനിക്ക് കൊണ്ട് തന്നത് തന്നെ. ഞാൻ ഈ പൂച്ചകളെ നോക്കുന്നുണ്ട്, അത് പക്ഷേ ചത്തു പോകാൻ പോകുന്നുണ്ട്, ന്യൂമോണിയ പോയി എന്ന് തോന്നുന്നുണ്ട്. ആർക്കറിയാം, എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഭഗവാൻ സമൃദ്ധമായിട്ട് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത റീഡിങ്ങിൽ കാണാം. ബൈ ബൈ.